ഈ തിരുനാളിൽ പങ്കുചേരുവാൻ കേരളത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് ഇവിടെ എത്തിയിരിക്കുന്ന ഇരട്ട സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, നമ്മൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അത് നമുക്ക് മാത്രം തമ്പുരാൻ ദാനമായി തന്നിട്ടുള്ള, ഉദാരമായി തന്നിട്ടുള്ള ഒരു പ്രത്യേകതയാണ്. അത് നമ്മുടെ കുടുംബത്തിൽ നമുക്ക് പല സഹോദരങ്ങളും സഹോദരിമാരും ഒക്കെ ഉണ്ടെങ്കിലും നമ്മളുടെ സ്വന്തം മനസ്സിൻ്റെ പങ്കാളിയായി ഒരു ഇരട്ട സഹോദരനെ, സഹോദരിയെ തമ്പുരാൻ നമുക്ക് നൽകിയിരിക്കുകയാണ്. വളരെ അപൂർവമായി മാത്രം തമ്പുരാൻ തെരഞ്ഞെടുത്ത ദമ്പതികൾക്ക് സമ്മാനമായി നൽകുന്ന ഈ മഹാദാനം, അത് ഏറ്റുവാങ്ങുവാൻ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മുടെ മാതാപിതാക്കൾ. അപ്പോൾ നമ്മുടെ ഈ മാതാപിതാക്കളുടെ തമ്പുരാൻ നൽകി വലിയ ദാനമായ നമ്മൾ ഇന്ന് ഈ പുണ്യാന്മാരുടെ സ്വർഗീയ മാധ്യസ്ഥ്യം യാചിച്ച് ഈ തിരുനാളിൽ പങ്കുചേരുമ്പോൾ ഈ ഒരു കാലം നാം ഓരോരുത്തരോടും ആവശ്യപ്പെടുന്ന ചില ദൗത്യങ്ങളുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുവാൻ മാത്രമാണ് ഈ വചന സന്ദേശവേദി ഞാൻ ഉപയോഗിക്കുന്നത്. ഇന്നത്തെ തിരുനാളിൻ്റെ വായനകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണെങ്കിൽ വിശുദ്ധ ഗർവാസീസിൻ്റെയും വിശുദ്ധ പ്രോത്താസീസിൻ്റെയും രക്തസാക്ഷി ജീവിതത്തിന് വചനം കൊണ്ട് ഒരു തണൽ ചാർത്ത് നൽകുകയാണ് തിരുവചന ഭാഗങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. ആദ്യത്തെ വായനയിൽ നമ്മൾ ശ്രവിച്ചത് അബ്രാഹത്തിന്റെ ഏകപുത്രനായ ഇസഹാക്കിന്റെ ബലിയാണ്. ആ ശീർഷകത്തിൽ അബ്രാഹത്തിന്റെ ബലി എന്നാണ് ബൈബിളിൽ കൊടുത്തിരിക്കുന്നതെങ്കിലും ബലി അർപ്പിക്കപ്പെടുന്നത് അബ്രാഹമല്ല, ബലി അർപ്പിക്കുന്നതാണ് അബ്രാഹം. ബലി അർപ്പിക്കപ്പെടുന്നത് ഇസഹാക്കാണ്. ഏറ്റവും പ്രിയപ്പെട്ട ജീവന്റെ ജീവനായ സ്വന്തം മകനെ, ഏകമകനെ, അതും വാർദ്ധക്യത്തിന്റെ നിധിയായി ലഭിച്ച മകനെ ദൈവം ആവശ്യപ്പെട്ടപ്പോൾ യാതൊരു ചാഞ്ചല്യവും കൂടാതെ, തടസ്സവും കൂടാതെ ദൈവത്തിന് തന്നെ തിരിച്ചു നൽകാനുള്ള മനസ്സ് പരസ്യമായി പ്രഖ്യാപിക്കുന്ന അബ്രാഹം എന്ന നമ്മുടെ വിശ്വാസത്തിന്റെ പിതാവിന്റെ ആ വലിയ ത്യാഗോജ്വലമായ മാതൃകയെ അടയാളപ്പെടുത്തിക്കൊണ്ടാണ് വിശുദ്ധ ഗർവാസീസിന്റെയും വിശുദ്ധ പ്രോത്താസീസിന്റെയും ഈ തിരുനാൾ ദിനത്തിൽ നമ്മളുടെ മനസ്സിനെ തമ്പുരാൻ വചനം കൊണ്ട് അലങ്കരിക്കുന്നത്. രണ്ടാമത്തെ വായനയിൽ ഒരമ്മയുടെയും 7 മക്കളുടെയും മഹാത്യാഗത്തിന്റെ കഥകൾ പറയുകയാണ്. ബൈബിളിലെ ഒരുപക്ഷെ ഏറ്റവും നൊമ്പരപ്പെടുത്തുന്ന വചനങ്ങൾ ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു വചനഭാഗമാണത്. ഒരമ്മയുടെ മുമ്പിലിട്ട് ദൈവത്തോടുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞതിന്റെ പേരിൽ, സത്യദൈവത്തോടുള്ള വിശ്വാസം ഏറ്റുപറയുന്നതിന്റെ പേരിൽ അമ്മയുടെ മുമ്പിലിട്ട് മക്കളെ അരിഞ്ഞു കൊല്ലുന്ന, മാരകമായ പീഡനങ്ങൾ നൽകി മക്കളെ കൊല്ലുന്ന രക്തസാക്ഷിത്വത്തിന്റെ വീരോചിതമായ ഒരു രംഗമാണ്, വിറങ്ങലിപ്പിക്കുന്ന രംഗവുമാണ്. മൂന്നാമത്തെ വായനയിൽ നമ്മൾ വിശുദ്ധ എസ്തഫാനോസിന്റെ രക്തസാക്ഷിത്വം, കല്ലേറുകൊണ്ട് ഈശോയ്ക്ക് വേണ്ടി മരിക്കുന്ന എസ്തഫാനോസിന്റെ രക്തസാക്ഷിത്വം വായിക്കുകയാണ്. സുവിശേഷത്തിലാണ് ഈശോ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയാണ് എന്റെ വിശ്വാസത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിച്ചത്, സത്യവിശ്വാസം നിങ്ങൾക്ക് നൽകപ്പെട്ടത് ഈ രക്തം കൊണ്ട്, രക്തസാക്ഷ്യം കൊണ്ട്, ജീവൻ കൊണ്ട്, ജീവിത സാക്ഷ്യം കൊണ്ട് നിങ്ങൾ എനിക്ക് പുനർജീവിതം നൽകണം എന്ന് ഓർമ്മിപ്പിക്കുവാൻ വേണ്ടിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് തിരുവചനം നമ്മുടെ മുമ്പിൽ ഈശോ തുറന്നു വയ്ക്കുന്നത്. അപ്പോൾ ഈ ഒരു കാലത്ത് വിശുദ്ധ ഗർവാസീസിന്റെയും പ്രോത്താസീസിന്റെയും ഇരട്ട പുണ്യവാന്മാരുടെ, കന്ദീശങ്ങളുടെ ഈ രക്തസാക്ഷിത്വത്തിന്റെ തിരുനാൾ ആഘോഷിക്കുവാൻ എന്റെ പ്രിയപ്പെട്ട ഇരട്ട സഹോദരങ്ങളും 3 പിറന്നവരും 4 പിറന്നവരും ഒക്കെ ഉൾപ്പെടുന്ന ഈ ഒരു നല്ല കൂട്ടായ്മ നമുക്കേറെ പ്രിയപ്പെട്ട നമ്മുടെ കോതനെല്ലൂർ കന്ദീശങ്ങളുടെ ഈ ദേവാലയത്തിൽ ഒരുമിച്ച് ചേരുമ്പോൾ നമുക്ക്
ഈ തിരുനാൾ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും സ്വകാര്യ ജീവിതത്തിലേക്ക് ചേർത്ത് വയ്ക്കുവാൻ ചില പ്രത്യേക നിയോഗങ്ങൾ ഉണ്ട് എന്നതാണ് സത്യം. ഇന്നത്തെ വായനയിലെല്ലാം സാധാരണ വിശ്വാസികൾ ചെയ്തതിന്റെ ഇരട്ടി ത്യാഗം ചെയ്ത് വിശ്വാസം നിലനിർത്തിയ രക്തസാക്ഷികളുടെ കഥയാണ്. അപ്പോൾ ഇരട്ട പിറന്നവരായ ഈശോയിൽ വിശ്വസിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുടുംബത്തിലുള്ളതും ഇടവകയിലുള്ളതും ഈ നാട്ടിലുള്ളതുമായ സാധാരണക്കാരായ വിശ്വാസികളെക്കാൾ കൂടുതൽ ഇരട്ടി വിശ്വാസം നമുക്ക് പ്രകടിപ്പിക്കാനുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഒന്നാമത്തെ നിയോഗം. നമുക്ക് ഈശോയ്ക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി ഇരട്ടി ത്യാഗം ഏറ്റുവാങ്ങേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട്. എന്നാൽ ഈ ഇരട്ടകളുടെ മാത്രം സ്വകാര്യ ജീവിതത്തിലേക്ക് കടന്നു വരാൻ നമുക്ക് മാത്രമേ പറ്റുള്ളൂ. ഇവിടെ ഇരിക്കുന്നവർക്ക് മാത്രമാണ്. ഇവിടെ ഇരിക്കുന്നവരിൽ ഇരട്ടകളെ കൊണ്ടുവന്നിരിക്കുന്ന മാതാപിതാക്കളും സഹോദരങ്ങളും ഒക്കെയുണ്ട്. എന്നാലും ഈ ഇരട്ടകൾ മാത്രമായിട്ട് ജീവിക്കുമ്പോൾ ഇരട്ടകൾക്ക് മാത്രമായിട്ട് ചില പ്രത്യേകതകളുണ്ട്. അത് എല്ലാ വീട്ടിലും ഏകദേശം ഒരുപോലെയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇരട്ടകൾ തമ്മിൽ വലിയ സ്നേഹമൊക്കെയാണ്. പക്ഷേ എപ്പോഴാ അടി കൂടുന്നതെന്ന് പറയാൻ പറ്റിയില്ല. ഭയങ്കര സ്നേഹമാണ്. പക്ഷെ തൊട്ടതിനും പിടിച്ചതിനും എപ്പോൾ വേണേലും പരസ്പരം വഴക്കുണ്ടാക്കുന്ന സഹോദരങ്ങൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചേട്ടനും അനിയനും ആങ്ങളെയും പെങ്ങളും ഒന്നുമല്ല, ഇരട്ടകളാണ്. ഇരട്ടകളെ വളർത്തുക എന്ന് പറയുന്നതിൻ്റെ അത്രയും വലിയൊരു പീഡാസഹനം മാതാപിതാക്കൾക്കില്ല. പറയുന്നതെല്ലാം മനസ്സിലാകുന്നുണ്ടോ? എല്ലാവരും അംഗീകരിക്കുന്നുണ്ടോ? ഏതായാലും ഇവിടെ ഇരിക്കുന്ന എൻ്റെ മാതാപിതാക്കളൊക്കെ കാണുന്നില്ല. പക്ഷേ ഇരട്ടകളുടെ എല്ലാം മുഖത്ത് ഈ പറഞ്ഞ കാര്യമെല്ലാം ശരിയാന്ന് പറയുന്നുണ്ട്. എല്ലാവരും ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. വീട്ടിൽ ഏറ്റവും കൂടുതൽ അടി കൂടിയ, കലഹമുണ്ടാക്കിയ, വഴക്കുണ്ടാക്കിയ സഹോദരങ്ങൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരട്ടകളാണ്. ബാക്കി സഹോദരങ്ങളൊന്നും അത്രയും നമ്മളോ അവരോടൊന്നും അങ്ങനെ വഴക്കുണ്ടാക്കാറില്ല. പക്ഷെ ഇത് നമ്മൾക്ക് തമ്മിൽ ഭയങ്കര സ്നേഹമാണ്. പക്ഷേ സ്നേഹം മൂത്ത് കഴിയുമ്പോൾ യഥാർത്ഥത്തിൽ ക്ഷമിക്കാനുള്ള ശേഷി കൂടുക വേണ്ടേ. പക്ഷെ ഇരട്ടകളെ സംബന്ധിച്ചിടത്തോളം ഒരു വാശിയാ. എന്താണ് ആ വാശി എന്നറിയാമോ? നീ അങ്ങ് ക്ഷമിക്ക്, നീ എനിക്ക് വേണ്ടി അങ്ങ് തോറ്റുതാ, നീ അങ്ങ് വിട്ടുതാ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഉന്തും തള്ളും കശപിശയും ഞൊള്ളിപ്പറിയും ഒക്കെ നടത്തുന്ന ഒരു ബാല്യമുണ്ട് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ. ഇവിടെ മുതിർന്ന ഇരട്ടകളൊക്കെ ഈ കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ട്. ഞങ്ങൾ അച്ഛന്മാരാണെങ്കിലും സിസ്റ്റേഴ്സ് ആണെങ്കിലും എല്ലാം ഈ ഇരട്ടകളുടെ സ്വാഭാവികമായി ഈ പ്രകൃതത്തിൽ നിന്ന് മാറിയല്ല വളർന്നത്. പക്ഷെ അതേസമയം നമ്മളെ രണ്ടുപേരെയും കൂടി ആരെങ്കിലും ആക്രമിക്കാൻ വന്നാൽ നമ്മൾ പെട്ടെന്ന് ഒറ്റക്കെട്ടാകും. ഞങ്ങളെ തൊട്ടു പോകരുത്, അവനെ തൊടരുത്, അല്ലെങ്കിൽ അവളെ തൊടരുത്, നമ്മൾ പരസ്പരം കാവലാകും. ഇത് നമ്മുടെ മാത്രമുള്ള ഒരു മാനസിക അവസ്ഥയാണ്. ഈ ഒരു മാനസിക അവസ്ഥയെ നമുക്ക് ആത്മീയമാക്കി എങ്ങനെ ഈശോയുടെ തിരുമുമ്പിൽ അർപ്പിക്കാം എന്ന് മാത്രമാണ് ഇന്നത്തെ ഈ തിരുനാൾ സന്ദേശത്തിൽ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പങ്കുവെക്കാനുള്ളത്. അത് മറ്റൊന്നുമല്ല, നമ്മൾ രണ്ടുപേരും അല്ലെ നമ്മൾ 3 പേരും ഈശോ നമ്മുടെ മാതാപിതാക്കൾക്ക് തന്ന ദാനങ്ങളാണ് എന്ന് ഇവിടെ ഇരിക്കുന്ന ഇരട്ടകൾ എല്ലാവരും സമ്മതിക്കില്ലേ? അല്ലേ മക്കളെ? നമ്മളെല്ലാവരും നമ്മുടെ മാതാപിതാക്കൾക്ക് തമ്പുരാൻ നൽകിയ വലിയ ദാനങ്ങളാണ്. അതുകൊണ്ട് ഇനി പരസ്പരമുള്ള പോരാട്ടം തീർച്ചയായിട്ടും നമുക്കത് മാറ്റാൻ പറ്റിയല്ല. നമുക്കത് സഹജവാസനയാണ്. അതെന്തിനു വേണ്ടിയായിരിക്കണം? നമ്മൾ തമ്മിലുള്ള പരസ്പരമുള്ള പോരാട്ടം നിന്നേക്കാൾ കൂടുതൽ ഞാൻ എൻ്റെ മാതാപിതാക്കളെ, എൻ്റെ പപ്പയെയും നമ്മുടെ പപ്പയും അമ്മയെയും നിന്നേക്കാൾ കൂടുതൽ ഞാൻ സ്നേഹിക്കും, നിന്നേക്കാൾ കൂടുതൽ ഞാൻ അനുസരിക്കും, നിന്നേക്കാൾ കൂടുതൽ ഞാൻ എൻ്റെ വീട്ടിൽ സേവനമർപ്പിക്കും, നിന്നേക്കാൾ കൂടുതൽ ഞാൻ പ്രാർത്ഥിക്കും, ത്യാഗം ചെയ്യും. അത്തരത്തിൽ വിശ്വാസത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ തീക്ഷ്ണമായി ത്യാഗം ചെയ്യാനുള്ള വെല്ലുവിളി പരസ്പരം ഏറ്റെടുത്തുകൊണ്ട് ഈശോയ്ക്ക് വേണ്ടി ഒരു പുതിയ സമർപ്പണം നടത്തിയിട്ട് വേണം നമുക്ക് ഈ ബലിയിൽ നിന്ന്, ഈ തിരുനാളിൽ നിന്ന് നമ്മുടെ കുടുംബങ്ങളിലേക്ക് മടങ്ങാൻ. അങ്ങനെയുള്ള എൻ്റെ സഹോദരങ്ങളെക്കാൾ കൂടുതൽ ഈശോയെ നിനക്ക് വേണ്ടി ത്യാഗങ്ങൾ ഏറ്റുവാങ്ങാൻ, നിനക്ക് വേണ്ടി സഹനങ്ങൾ ഏറ്റുവാങ്ങാൻ, നിന്റെ വിശ്വാസത്തിന് വേണ്ടി എൻ്റെ സഹോദരങ്ങളെക്കാൾ കൂടുതൽ ത്യാഗം ചെയ്യാൻ ഞാൻ ഒരുക്കമാണ് എന്ന് പറയുന്ന വിശ്വാസികളെ ഇന്ന് തമ്പുരാൻ അന്വേഷിച്ചിറങ്ങി നടക്കുന്ന ഒരു കാലമാണ്. കാരണം ഇന്ന് വിശ്വാസത്തിന് വേണ്ടി ജീവിക്കുന്ന വിശ്വാസികളെ
കിട്ടാൻ പ്രയാസമായിരിക്കുന്ന ഒരു കാലമാണ്. ജീവിക്കാൻ വേണ്ടി വിശ്വാസവും സഭയും സഭയുടെ സംവിധാനങ്ങളും ഒക്കെ ഉപയോഗിക്കുന്ന നിരവധി പേരുണ്ട്. എന്നാൽ വിശ്വാസത്തിന് വേണ്ടി ജീവിക്കുവാൻ, വിശ്വാസത്തെ സംരക്ഷിക്കുവാൻ, സഭയുടെ അഭിമാനമാകുവാൻ, സഭയ്ക്ക് കാവലായി തീരുവാൻ, സഭ ഏതെങ്കിലും തരത്തിൽ, നമ്മുടെ വിശ്വാസം ഏതെങ്കിലും തരത്തിൽ മുറിവേൽപ്പിക്കപ്പെടുമ്പോൾ, ഏതെങ്കിലും ശത്രുക്കൾക്ക് നമ്മുടെ ഹൃദയ ഐക്യം തകർക്കണമെന്നുള്ള അജണ്ടയോടുകൂടി നമ്മെ സമീപിക്കുമ്പോൾ അത് തിരിച്ചറിഞ്ഞ് സഭയുടെ അഖണ്ഡതയ്ക്ക് വേണ്ടി, സഭയുടെ ആന്തരികമായ ഐക്യത്തിന് വേണ്ടി, വിശ്വാസത്തിന്റെ ചൈതന്യം പ്രസരിപ്പിക്കുന്ന സാക്ഷ്യത്തിനു വേണ്ടി എന്റെ സഹോദരങ്ങളെക്കാൾ കൂടുതൽ ഞാൻ ത്യാഗം ചെയ്തോളാം എന്ന് വിശുദ്ധ ഗർവാസീസിനെ പോലെയും വിശുദ്ധ പ്രോത്താസീസിനെ പോലെയും വിളിച്ചു പറയാനുള്ള, പ്രകടിപ്പിക്കാനുള്ള ധൈര്യം, വിശ്വാസത്തിന്റെ ധൈര്യമാണ് ഈ ഇരട്ട പുണ്യവാന്മാർ ഇരട്ടിയായി നമുക്ക് തരാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ അത് ഇരട്ടകളാണ് എങ്കിൽ നമ്മളത് ഏറ്റുവാങ്ങാനുള്ള ധൈര്യം ഉണ്ടാവണം. ഈശോയ്ക്ക് വേണ്ടി കൂടുതൽ ത്യാഗം ചെയ്യാൻ, അല്ലേ? ഇവിടെ ഇരിക്കുന്ന ഇരട്ടകൾ നമ്മൾ ഓരോരുത്തരും ഈശോയ്ക്ക് വേണ്ടി ഇരട്ടി ത്യാഗം ചെയ്യാൻ, സഭയ്ക്ക് വേണ്ടി ഇരട്ടി സാക്ഷ്യം നൽകാൻ പരിശുദ്ധാത്മാവിന്റെ പ്രചോദനം ഏറ്റുവാങ്ങുകയാണ്. കാരണം ഇന്ന് നമ്മുടെ സഭയുടെ ശത്രുക്കൾ സഭയുടെ കൂട്ടായ്മയുടെ അകത്തേക്ക് കയറി നിന്ന് നമ്മെ തമ്മിൽ വിഘടിപ്പിക്കുവാനും ഈശോയുടെ സ്നേഹത്തിന്റെയും ക്ഷമയുടെയും ശാന്തതയുടെയും സൗമ്യതയുടെയും തോറ്റുകൊടുക്കലിന്റെയും ചെറുതാകലിന്റെയും വിശുദ്ധ കുർബാനയുടെയും ചൈതന്യം നമ്മളിൽ നിന്ന് നഷ്ടമാക്കി കളയുവാനും പരസ്പരം പോരടിപ്പിക്കുവാനും അങ്ങനെ ശത്രുക്കളെ സൃഷ്ടിക്കുവാനും ഒക്കെ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഈ ഇരട്ടപ്പുണ്യവാന്മാരുടെ തിരുനാളിൽ ഇപ്പോൾ ഈ പുറത്ത് പെയ്തിറങ്ങുന്ന പെരുമഴ പോലെ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ മഹാത്യാഗത്തിന്റെയും സഹനത്തിന്റെയും സാക്ഷ്യത്തിന്റെയും ചൈതന്യം കർത്താവ് വർഷിക്കട്ടെ എന്നതാണ് എന്റെ പ്രാർത്ഥന. അതാണ് നമ്മളുടെ ഈ തിരുനാളിന്റെ പ്രാർത്ഥന. അത്തരത്തിൽ ഇരട്ടി ചൈതന്യമുള്ള മക്കൾ ഈ സഭയിൽ ഉണ്ടാകണം, കുടുംബത്തിലുണ്ടാകണം. മാതാപിതാക്കളെ ഒരിക്കലും ബുദ്ധിമുട്ടിപ്പിക്കുകയില്ല എന്ന്, മാതാപിതാക്കളെ ഒരിക്കലും പ്രയാസപ്പെടുത്തുകയില്ലെന്ന്, വീട്ടിൽ ഏറ്റവും കൂടുതൽ സേവനം ഞാൻ ചെയ്യുമെന്ന് പരസ്പരം ചലഞ്ച് ചെയ്ത് ഒരു ലവ് ചലഞ്ചുമായി, ഒരു ഫെയ്ത്ത് ചലഞ്ചുമായി, ഒരു സാക്രിഫൈസ് ചലഞ്ചുമായി, ഒരു സർവീസ് ചലഞ്ചുമായി നമുക്ക് നമ്മുടെ ഈശോയ്ക്ക് വേണ്ടി നമ്മുടെ പുണ്യവാന്മാരെ പോലെ നമ്മുടെ ജീവിതത്തിൽ ഉണർന്നെഴുന്നേൽക്കാം. ഏറുകൾ ചീറിപ്പാഞ്ഞു വരും. വിശുദ്ധ എസ്തപ്പാനോസ് പുണ്യവാന്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട്. എത്രയോ ഏറുകൾ കിട്ടി. ആദ്യത്തെ ഏറ് കിട്ടിയപ്പോൾ ഇറങ്ങി ഓടാമായിരുന്നു, എനിക്ക് ഈശോയെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി ഓടാമായിരുന്നു. പക്ഷേ എസ്തപ്പാനോസ് പുണ്യവാൻ ഓടിയില്ല, സെയിന്റ് സ്റ്റീഫൻ ഓടിയില്ല. രണ്ടാമത്തെ കല്ല് കിട്ടാൻ വേണ്ടി കാത്തുനിന്നു. വേദന ഇരട്ടിയാണെന്ന് തിരിച്ചറിഞ്ഞു. കല്ല് വന്നു കൊണ്ടപ്പോൾ മേനി മുറിഞ്ഞ് ചോരയൊഴുകിയപ്പോൾ മൂന്നാമത്തെയും നാലാമത്തെയും അഞ്ചാമത്തെയും കല്ലുകൾ ചീറിപ്പാഞ്ഞു വന്നപ്പോഴും ഇറങ്ങി ഓടിയില്ല. അവസാനത്തെ കല്ല്, പ്രാണൻ കൊത്തിക്കൊണ്ടുപോകാൻ വന്ന അവസാനത്തെ ഏറ് ചീറിപ്പാഞ്ഞു വരുമ്പോൾ നെഞ്ചു വിരിച്ചു നിന്ന് എന്റെ ഈശോ, ഈ കല്ലെറിഞ്ഞവനോടും നീ പൊറുക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷമയുടെ മഹാപർവ്വതമായി ഉയർന്ന് കർത്താവിന്റെ കുരിശോളം വളർന്ന വിശുദ്ധ എസ്തഫാനോസിന്റെ വചനം ഇന്ന് ഈ ഇരട്ടപ്പുണ്യവാന്മാരുടെ ഈ തിരുനാൾ ദിനത്തിൽ നമുക്ക് ധ്യാനിക്കാൻ തന്നിട്ടുണ്ടെങ്കിൽ, അമ്മയുടെ മുമ്പിൽ വെച്ച് ദൈവമേ, സത്യദൈവമേ, യഹോവയെ, അങ്ങയുടെ നാമത്തിന് വേണ്ടി എന്റെ പ്രാണൻ, എന്റെ ഉടൽ, എന്റെ സ്വപ്നം, എന്റെ ജീവൻ ഞാനിതാ ദാനം ചെയ്യുന്നു, ത്യാഗം ചെയ്യുന്നു എന്ന് പറയുന്ന മക്കളുടെ ജീവസാക്ഷ്യത്തിന്റെ കഥ എന്റെ പ്രിയപ്പെട്ടവർക്ക് ധ്യാനിക്കാൻ തന്നിട്ടുണ്ടെങ്കിൽ, അവസാന കാലത്ത്, ജീവിതത്തിന്റെ അവസാന കാലത്ത് തമ്പുരാൻ വലിയൊരു ജനതയ്ക്ക് വേണ്ടി സ്വപ്നം നൽകി ഉണർത്തിയെടുത്ത് അബ്രാഹത്തിന് നൽകിയ ഇസഹാക്ക് എന്ന് പറയുന്ന മഹാജനതതികളുടെ ആദ്യ സൂനം ഇറുത്തെടുത്ത് കൊടുക്കുവാൻ ദൈവം പറഞ്ഞപ്പോൾ ഒരു വൈമനസ്യവും കൂടാതെ തമ്പുരാനെ നിനക്ക് വേണ്ടി ഇരട്ടിയല്ല 100 ഇരട്ടി ത്യാഗം ചെയ്തോളാം എന്ന് പറഞ്ഞ നമ്മുടെ വിശ്വാസത്തിന്റെ പിതാവായ അബ്രാഹത്തിന്റെ ജീവിത മാതൃക നമുക്ക് ഇന്ന് നൽകിയിട്ടുണ്ടെങ്കിൽ, ഈ ഇരട്ടകൾ തിരിച്ചു പോകുന്നത് ഒറ്റകളായിട്ടല്ല, ഒറ്റപ്പെട്ടുമല്ല,
ഒറ്റപ്പെടുത്തില്ല ഞാൻ എൻ്റെ സഭയെ, ഒറ്റപ്പെടുത്തില്ല ഞാൻ എൻ്റെ കുടുംബത്തെ, ഒറ്റപ്പെടുത്തില്ല ഞാൻ എൻ്റെ ഇടവകയെ, ഒറ്റപ്പെടുത്തില്ല ഞാൻ എൻ്റെ ക്രൈസ്തവ സമുദായ വിശ്വാസ സമൂഹത്തെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുമിപ്പിക്കാനും ഇരട്ടി ത്യാഗം ചെയ്യാനും ഇരട്ടി വിശ്വാസം പ്രകടിപ്പിക്കാനും ഈ വിശുദ്ധ പുണ്യവാന്മാർ നമ്മെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തട്ടെ. നല്ല ഈശോയെ, വിശുദ്ധ ഗർവാസീസിന്റെയും വിശുദ്ധ പ്രോതാസീസിന്റെയും സ്വർഗീയ മാധ്യസ്ഥ്യം യാചിച്ചുകൊണ്ട് അങ്ങയുടെ തിരുസന്നിധിയിൽ അണഞ്ഞിരിക്കുന്ന ഈ മക്കളെ അങ്ങേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തിരുവചനം ഞങ്ങൾക്ക് നൽകുന്ന ആത്മീയമായ ഉണർവ് പോലെ എന്തു പറയണമെന്ന്, എങ്ങനെ പറയണമെന്ന്, എപ്പോൾ പറയണമെന്ന് അങ്ങയുടെ പരിശുദ്ധാത്മാവിലൂടെ അങ്ങ് അരുളി ചെയ്യുന്ന തിരുവചനങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുവാൻ ഉള്ളുണർന്ന് എഴുന്നേൽക്കുന്ന വിശുദ്ധ വിശ്വാസ സേനയായി ഈ ഇരട്ട സമൂഹത്തെ അങ്ങ് ഉയർത്തണമേ, ഉണർത്തണമേ. അങ്ങനെ ഞങ്ങൾ ഒറ്റപ്പെടുത്താൻ വേണ്ടി സഭയ്ക്ക് പരിസരത്ത് നിന്നുകൊണ്ട് ശത്രുക്കൾ നിരന്തരം പരിശ്രമിക്കുമ്പോൾ ഒരുമയുടെയും സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും സുവിശേഷ സാക്ഷ്യങ്ങളായി ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി ധീരമായി പോരാടിക്കൊള്ളാമെന്ന് ഈ വിശുദ്ധ കുർബാനയുടെ കൃപാവരങ്ങൾ സ്വീകരിച്ച് പ്രതിജ്ഞയെടുത്ത് അങ്ങേക്ക് ജീവസാക്ഷികളായി മാറാൻ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. ആമേൻ.